വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു: വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറേപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ദൈവിക അംഗീകാരം ജനകീയ അംഗീകാരത്തെക്കാൾ കൂടുതൽ അഭികാമ്യം. ജനകീയ അംഗീകാരം അപ്പാടെ തള്ളിക്കളയണം എന്നില്ല എന്ന് വരികിലും ദൈവികമായ അംഗീകാരത്തിനും നിയോഗത്തിനുമാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നതാണ് യേശുവിന്റെ നിലപാട്. സമൂഹത്തിലെ വ്യക്തികളിൽ അംഗീകാരമായാലും നിഷേധമായാലും അതിനെ അവർ കണ്ടെത്തുന്ന മാനദണ്ഡങ്ങൾ, അവരുടേതായിട്ടുള്ള വാദഗതികൾ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് ശ്രദ്ധ തിരിക്കേണ്ടത് ജനകീയ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ കൊള്ളാം, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവികമായിട്ടുള്ള നിയോഗങ്ങളും അംഗീകാരത്തിനുമാണ് എന്നതാണ് യേശുവിൻ്റെതായിട്ടുള്ള നിലപാട്. ഇതിന് ഒന്നാം തരം ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. യേശു തന്റെ ബാല്യ കൗമാരങ്ങൾ പിന്നിട്ട സ്വന്തം പട്ടണമായ നസ്രത്തിലേക്ക് സന്ദർശനാർത്ഥം ചെന്നിരിക്കുകയാണ്. വന്നുകൂടിയ ജനങ്ങളോട് യേശു സംവദിക്കുന്നു. യേശുവിന്റെ പ്രബോധനങ്ങൾ കേട്ട് അതിൽ ആകൃഷ്ടരായി പലരും യേശുവിൽ വിശ്വസിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ അതേ പ്രബോധനം കേട്ട ആ സമൂഹത്തിലെ മറ്റു പലർക്കും പ്രകോപനപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനാണ് അവ കളമൊരുക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നല്ല, അവരിൽ ചിലർ യേശുവിന്റെ കുടുംബ പാരമ്പര്യത്തെ പോലും ചോദ്യം ചെയ്ത് സംസാരിക്കാൻ ഇടവരുന്നു. അത്രയും പ്രകോപിതരാകാൻ ഇടവരുന്നു ജനങ്ങൾ. ഇത് കണ്ടും കേട്ടും അനുഭവിച്ചും വ്യത്യാസപ്പെട്ട പ്രതികരണങ്ങൾ അനുഭവിച്ചും
യേശു ശാന്തമായി വീണ്ടും ജനങ്ങളോടായിട്ട് സംസാരിക്കുന്നു. ജനങ്ങളുടെ അംഗീകാരത്തെക്കാൾ ദൈവികമായിട്ടുള്ള അംഗീകാരത്തിനാണ് മനുഷ്യൻ ഊന്നൽ കൊടുക്കേണ്ടത് എന്ന സത്യം അവരോട് വീണ്ടും തുറന്ന് സംഭാഷിക്കുകയാണ്. അതിലേക്കായി പുരാതനമായിട്ടുള്ള ചരിത്ര വസ്തുതകളിൽ നിന്ന് വിധവയുടെയും കുഷ്ഠരോഗിയായ നാമാന്റെയും ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള പദ്ധതിയുടെ നടത്തിപ്പാണ് സമൂഹത്തിൽ ഉണ്ടാകുക എന്ന് യേശു വ്യക്തമാക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കാനാണ് യേശുവിന്റെ ഈ നിലപാട് ഉപകരിച്ചത്. കൂടുതൽ പ്രകോപിതരായിട്ടുള്ള സ്വന്തം നാട്ടുകാർ, അവരിൽ നിന്ന് ഒരു വിധത്തിൽ അത്ഭുതകരമായ രീതിയിൽ തന്നെ യേശു രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഒരു നിത്യസനാതന സത്യം എറിഞ്ഞുകൊടുത്തുകൊണ്ട്, ആ സത്യം ഇതാണ്: ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെടാൻ ഇടവരില്ല, പക്ഷേ പ്രവാചകം ബഹുമാനിക്കപ്പെടുന്ന സ്ഥലങ്ങൾ അനവധിയാകും എന്ന യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഒരു സത്യം എറിഞ്ഞു കൊടുത്തുകൊണ്ട് യേശു ആ ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്ന് തന്നെ പറയാം. ഇതാണ് ഇന്നത്തെ സുവിശേഷം. അതുകൊണ്ട് ഓരോരുത്തരും വസ്തുനിഷ്ഠമായ രീതിയിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടെ നിൽക്കുന്ന നിൽപ്പിന്റെ അടിത്തറ സത്യസന്ധമായ രീതിയിൽ നോക്കിക്കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇടവന്നാൽ താൽക്കാലികമായിട്ടുണ്ടാകുന്ന അംഗീകാരത്തിനും നിഷേധത്തിനും ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം കരുതാൻ.